ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച റിലയൻസ് ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് 10.6% ഉയർന്ന് 335 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 347. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 3 മാസം കൊണ്ട് 48% റിട്ടേണും 2024 വർഷത്തിൽ മാത്രം 40% റിട്ടേണും ജിയോ ഫിനാൻഷ്യൽ സർവീസ് നൽകി. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്ന് 2 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന മൈൽ സ്റ്റോൺ മറികടക്കുകയും ചെയ്തു. 2023 ആഗസ്റ്റ് മാസത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും ഡീമർജ് ആയ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഡീമർജ് ആയതിനു ശേഷം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിക്ക് ജിയോ ഫിനാൻസ് ലിമിറ്റഡ്, ജിയോ ഇൻഷുറൻസ് ബ്രോക്കേജിംഗ് ലിമിറ്റഡ്, ജിയോ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നീ സബ്സിഡറികളും ജിയോ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് എന്ന കമ്പനിയുമായി ചേർന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്ത്യൻ മാർക്കറ്റിൽ $300 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. NBFC സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായി ലിസ്റ്റഡായ ജിയോ ഫിനാൻഷ്യൽ സർവീസ് പിന്നീട് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായി മാറുകയായിരുന്നു. അതായത് NBFC സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി CIC സെഗ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഏകദേശം റെസിസ്റ്റൻസ് സോണിനടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ കമ്പനിക്ക് 365 രൂപയുടെ റെസിസ്റ്റൻസും 290 രൂപയുടെ സപ്പോർട്ടുമാണ് പറയുന്നത്. ഇതുകൂടാതെ 268, 275 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്ക് ഒരു സമയത്ത് വളരെ വലിയ റെസിസ്റ്റൻസ് നേരിട്ടിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വരികയും ബ്രേക്കൗട്ടിന് ശേഷം സ്റ്റോക്ക് 340 എന്ന ലെവൽ വരെ എത്തുകയും ചെയ്തു. കമ്പനി ഫ്യൂച്ചറിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതിന് പിന്നിലെ ഒന്നാമത്തെ കാരണം ഇന്ത്യയിലെ ഡിജിറ്റൽ ഫിനാൻസ് സർവീസ് സെഗ്മെൻറ്റിൽ വളരെ വലിയ വളർച്ചയാണുള്ളത്. ഇതിൽ വളരെ ഒരു മേജർ മാർക്കറ്റ് ക്യാപ്പ് കമ്പനി അക്വയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും Paytm പോലുള്ള കമ്പനികളുടെ ബാങ്കിങ് ബിസിനസ് കൂടി ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലും ഈ ഒരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലും ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടെക്നിക്കലി 275 സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച്. 275 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷമാണ് സ്റ്റോക്ക് 345 വരെ എത്തിയത്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ കൂൾ ഓഫ് ആയി 275, 280 തുടങ്ങിയ സോണുകളിൽ എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അദാനി ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് അദാനി വിൽമാർ. അദാനി വിൽമാർ ഇന്ന് 8.41% ഇൻട്രാഡേയിലും ക്ലോസിംഗ് ബേസിസിൽ 7.61% ഉയർന്ന് 388 രൂപയ്ക്കടുത്തും ക്ലോസിംഗ് നൽകി. അദാനി ഗ്രൂപ്പിലെ അദാനി എനർജി സൊല്യൂഷൻ എന്ന സ്റ്റോക്കും ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അദാനി എനർജി സൊല്യൂഷൻസ് 2.22% ഉയർന്നു. അദാനി വിൽമാർ, അദാനി എനർജി സൊല്യൂഷൻസ് എന്നീ സ്റ്റോക്കുകളിൽ വന്ന ചില അപ്ഡേറ്റുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിൽ നിന്നും ഏകദേശം 36% ഉയരുകയും സ്റ്റോക്ക് 390 എത്തുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് വന്നിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ക്വാർട്ടർലി റിസൾട്ടിൽ 18.29% ഇടിയുകയും റവന്യൂ 16.91% ഇടിയുകയും ചെയ്തിരുന്നു. 246 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 201 കോടിയിലേക്ക് ചുരുങ്ങുകയും 15,438 കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ 12,828 എന്ന ലെവലിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും പല അനലിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് 400 രൂപയുടെ റെസിസ്റ്റൻസും 360 രൂപയുടെ സപ്പോർട്ടുമാണ് പറയുന്നത്. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിന് 398 രൂപയുടെ റെസിസ്റ്റൻസും 360 രൂപയുടെ സപ്പോർട്ടുമാണ്. 398 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് മറികടക്കുകയാണെങ്കിൽ 420 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ടിപ്സ് ടു ട്രേഡ്സ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 406 രൂപയാണ്. 360 രൂപയുടെ സപ്പോർട്ടാണുള്ളത്. 406 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ 453 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. DRS ഫിൻവെസ്റ്റ് എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ 400 രൂപയുടെ റെസിസ്റ്റൻസും 375 രൂപയുടെ സപ്പോർട്ടുമാണ് സ്റ്റോക്കിനുള്ളത്. അദാനി വിൽമാർ എന്ന കമ്പനി അദാനി ഗ്രൂപ്പിൻ്റെയും സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള വിൽമാറിൻ്റെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി എനർജി സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. അദാനി എനർജി സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിന് ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റേബിൾ ഔട്ട്ലുക്കും BBB എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്.
അദാനി എനർജി സൊല്യൂഷൻസും ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ 19% ഉയർന്നെങ്കിലും പ്രോഫിറ്റിൽ ഇടിവ് വന്നിരുന്നു. പ്രോഫിറ്റ് 27% ഇടിഞ്ഞ് 348 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 19% ഉയർന്ന് 3615 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ രാജ്യത്തിൻ്റെ പവർ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ട്രാൻസ്മിഷൻ കമ്പനി എന്ന നിലയിൽ വരും സമയങ്ങളിൽ അദാനി എനർജി സൊല്യൂഷൻസ് എന്ന കമ്പനി മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 20,518 കിലോമീറ്റർ ഏരിയ ദൈർഘ്യമുള്ള ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുള്ളതും 16ലധികം സംസ്ഥാനങ്ങളിൽ പ്രസൻസ് ഉള്ളതുമായ ഒരു പ്രൈവറ്റ് ട്രാൻസ്മിഷൻ കമ്പനിയാണ് അദാനി എനർജി സൊല്യൂഷൻസ് എന്ന കമ്പനി. അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനി ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷൻ എന്ന സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. മുമ്പ് സ്റ്റോക്കിന് 750 രൂപയുടെ സപ്പോർട്ടും 1000 രൂപയുടെ റെസിസ്റ്റൻസുമായിരുന്നു. ഇപ്പോൾ സ്റ്റോക്കിന് 1000 രൂപയുടെ ഒരു പ്രധാന സപ്പോർട്ടാണുള്ളത്. ഇവിടെ അദാനി എനർജി സൊല്യൂഷൻസ് പോലുള്ള കമ്പനികൾ ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ബേസ് ഫോർമേഷനിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്